അപ്പൊ നമുക്ക് ആരംഭിക്കാം. ഓം സഹനാവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സമാദരണീയരായ എല്ലാ പഠിതാക്കൾക്കും ഉന്നതമായ പ്രണാമം. പഞ്ചമസ്കന്ധം 17-ാം അധ്യായം. ഇനി 18-ാമത്തെ ശ്ലോകമല്ലേ? അതെ മാഷെ. സംഘർഷണ സ്തുതി. പഞ്ചമസ്കന്ധം 17-ാം അധ്യായം ശ്ലോകം 18. ഓം നമോ ഭഗവതേ മഹാപുരുഷായ. അതാണ്. അതെ. ഓം നമോ ഭഗവതേ മഹാപുരുഷായ സർവഗുണസംഖ്യാനായ അനന്തായ അവ്യക്തായ നമ ഇതി. 9 വർഷങ്ങളിലും ഭഗവാൻ ഏതേത് രൂപത്തോടെ ഏതേത് സ്ഥാനങ്ങളിൽ നിൽക്കുന്നു എന്ന് പറയാൻ പുറപ്പെടുക. അതിലെ ഇളാവൃതത്തിലാണ് പരമശിവൻ ഏകനായിട്ടാണ് പുരുഷ രൂപത്തിലുള്ളതെന്നും അതുകൊണ്ട് അവിടെ പാർവതി എത്തില്ല എന്നൊക്കെ ഉള്ള കഥ പറഞ്ഞു കഴിഞ്ഞു. അവിടെ ഭഗവാൻ പരമശിവൻ വിഷ്ണുവിന്റെ 4 വ്യൂഹങ്ങളോടുകൂടിയ വാസുദേവൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, സംഘർഷൻ 4 മൂർത്തികളോടുകൂടിയ ഭഗവാനെ, ആ ഭഗവാന്റെ 4ാമത്തേതായ തമോ ഗുണപ്രകൃതിയായ സംഘർഷണം എന്ന രൂപത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സ്തുതിക്കുന്നു, സ്തോത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ഉപാസിക്കുന്നു എന്നാണ് പറഞ്ഞു വെച്ചത്. ആ സ്തുതിയാണ് ഇനി ആരംഭിക്കുന്നത്. അദ്ദേഹത്തെ സ്തുതിക്കുന്നത് ഓം നമോ ഭഗവതേ മഹാപുരുഷായ സർവഗുണ സംഖ്യാനായ അനന്തായ അവ്യക്തായ നമ ഇതി. അഷ്ടൈശ്വര്യങ്ങളുടെ പ്രദാനം ചെയ്യുന്ന ഈശുദ്ധ ശക്തിയുള്ള ഭഗവാനാണ്. പുരുഷന്മാരെയൊക്കെ മഹത്താക്കുന്ന മഹാപുരുഷനാണ്. സർവ ഗുണങ്ങളും തികഞ്ഞ് അതിനെ പ്രകാശിപ്പിക്കുന്നവനാണ്. പോലെ സംഖ്യ കൊണ്ട് വ്യക്തമാക്കാൻ പറ്റാത്തവനാണ്. സംഖ്യാനായ, സംഖ്യാനം ചെയ്യുക, എണ്ണിത്തിട്ടപ്പെടുത്തുക. അനന്തായ അവ്യക്തായ, അപ്പം എണ്ണിത്തിട്ടപ്പെടുത്താനാവില്ല എന്ന് വെച്ചാൽ കണക്കെടുക്കാനാവാത്തവനാണ്, അപരിച്ഛിന്നനാണ്, അഭേദ്യനാണ്, അനന്തനാണ്, അവ്യക്തനാണ്. അങ്ങനെയുള്ള അങ്ങേക്ക് ഇതാ ഞാൻ നമസ്കരിക്കുന്നുവെന്ന് ഒരാമുഖം പറഞ്ഞിട്ട് ഇനി ആ സ്തുതിയിലേക്ക് പ്രവേശിക്കാം. ഇതാ മന്ത്രം മാത്രം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇനി ബാക്കി സ്തുതിയാണ്. ഓം നമോ ഭഗവതേ മഹാപുരുഷായ സർവഗുണസംഖ്യാനായ അനന്തായ അവ്യക്തായ നമ ഇതി. ഹരേ അജന്യാരണപാദപങ്കജം ഭഗവ്ശ കൃഷ്ണശ്ച പരമ്പരായണം ഭക്തേഷ്വലംഭാവിതഭൂതഭാവനം ഭവാവഹം വാ ഭവഭാവമീശ്വരം. ഭജേ, അങ്ങേ ഞാൻ ഭജിക്കുന്നു. ഭജന്യ അരണ പാദപങ്കജം, ഭജന്യൻ ഭജിക്കപ്പെടേണ്ടവൻ. അരണം ശരണം, ഭജിക്കപ്പെടേണ്ടവനും ശരണം നൽകുന്ന പാദപങ്കജമുള്ളവനുമായ അങ്ങേ ഞാൻ ഭജിക്കുന്നു. ഭജന്യ അരണ പാദ പങ്കജം, ഭജിപ്പാൻ യോഗ്യനായിട്ടുള്ളവനായ അങ്ങയുടെ പാദപങ്കജത്തെ, അരണപാദപങ്കജം, ശരണമായ പാദപങ്കജത്തെ, ഭഗവ്ശ കൃഷ്ണശ്ച പരമ്പരായണം. ഭഗം ഐശ്വര്യമാണ്, അതുകൊണ്ടാണ് ഭഗവാൻ എന്ന് വിളിക്കുന്നത്. 6 ഭഗങ്ങളുള്ളത് കൊണ്ടാണ് ഭഗവാൻ എന്ന് വിളിക്കുന്നതൊക്കെ നാരായണീതി നമ്മൾ പഠിച്ചതാണ്.
ഭഗവ്യാം കൃഷ്ണം സമ്പൂർണമായ ഐശ്വര്യത്തിന്റെ പരമ്പരായണം ഉത്കൃഷ്ടമായ ആശ്രയനാണ് അങ്ങ്. എല്ലാവിധത്തിലുമുള്ള ഐശ്വര്യങ്ങൾക്ക് ആശ്രയഭൂതനാണ് അങ്ങ്. അങ്ങിൽ നിന്നാണ് എല്ലാവർക്കും ഐശ്വര്യം പ്രദാനം ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഭക്തേഷു അലംഭാവിതഭൂതഭാവനം, ഭക്തന്മാരിൽ അലംഭാവിതഭൂതഭാവനം, അലംഭാവിതമായി ഭൂതത്തെ പ്രകാശിപ്പിക്കപ്പെടുന്ന സ്വരൂപത്തോടു കൂടിയവനാണ്. അലംഭാവിതം മതിയാകുവോളം ഭൂതങ്ങളെ പ്രകാശിപ്പിക്കപ്പെടുന്ന സ്വരൂപത്തോടു കൂടിയവനാണ്. സമസ്ത ജീവജാലങ്ങളെയും സമ്പൂർണമായും പ്രകാശിപ്പിക്കാൻ കഴിവുള്ളവനാണ് അങ്ങ് എന്നർത്ഥം. ഹലോ, ഞാൻ ക്ലാസ്സിലാണല്ലോ, 4:30 വിളിക്കാം. ഭക്തേഷു അലംഭാവിതഭൂതഭാവനം, ഭവാപഹം സംസാരത്തെ ഇല്ലാതാക്കുന്നതിനാണ്. ത്വാ അങ്ങയെ, ഭവഭാവം ഈശ്വരം സംസാരത്തെ വർദ്ധിപ്പിക്കുന്നവൻ, ഭവത്തെ ഭവിപ്പിക്കുന്നവനായ ഈശ്വരം, എല്ലാറ്റിനും സമർത്ഥനായ അങ്ങയെ ഞങ്ങളിതാ ഭജിക്കുന്നു. ഞാൻ ഭജിപ്പാൻ യോഗ്യനാണ്, 1. 2, അതുപോലെ തന്നെ ഭജിക്കുന്നവരുടെ ദുഃഖങ്ങൾ മാറ്റിക്കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഭജന്യൻ ആയത് എന്ന ഭജന്യ ശബ്ദം കൊണ്ട് കിട്ടും. അതേപോലെ എല്ലാ ഐശ്വര്യങ്ങളും കൊടുക്കാൻ അങ്ങ് വിചാരിച്ചാലേ പറ്റുകയുള്ളൂ. സമസ്തസ്യ ഭഗവ്യ, സമ്പൂർണമായ കൃഷ്ണമായ ഭഗത്തിന്റെ ആസ്ഥാനമാണ് അങ്ങ്. അങ്ങനെയുള്ള അങ്ങയുടെ പാദപങ്കജത്തെ സ്മരിച്ചാൽ എല്ലാവിധ ഐശ്വര്യങ്ങളും അങ്ങയെ ആശ്രയിക്കുന്നതുകൊണ്ട് ഭക്തന്മാർക്ക് അത് ലഭിക്കാൻ ഇടയാകും. അങ്ങയുടെ സ്വരൂപത്തെ ഭജിക്കുന്നവരുടെ ഉള്ളിൽ സംസാര ദുഃഖത്തെ മുഴുവനും അങ്ങ് മാറ്റിക്കൊടുക്കും എന്ന് മാത്രമല്ല, വളർന്നു വരുന്ന സംസാരത്തിൽ നിന്നും അതിനെ വളർത്തിക്കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള വഴിയും അങ്ങ് തന്നെ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ സംസാരത്തെ ഉണ്ടാക്കുകയും അതിനെ നശിപ്പിക്കുകയും ചെയ്ത അങ്ങ് തന്നെയാണ്. എല്ലാം ചെയ്യാൻ ശക്തനാണ്. അതുകൊണ്ടാണ് നമ്മളെയൊക്കെ സംസാരത്തിലേക്ക് അകപ്പെടുന്ന അങ്ങയുടെ മായയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടുന്നതും അങ്ങയുടെ ശക്തി തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള അങ്ങയെ ഞാനിത് ഭജിക്കുന്നു. ഭജേ ഭജന്യാരണപാദപങ്കജം ഭഗവ്യ പരമ്പരായണം ഭൂതഭാവനം ഭവാപഹംത്വാമീശ്വരം. ഭജേ ഭജന്യാരണപാദപങ്കജം ഭഗവ്യ പരമ്പരായണം ഭൂതഭാവനം ഭവാപഹം ത്വാമീശ്വരം. രാജലക്ഷ്മി ഫോൺ വന്ന് മ്യൂട്ടാക്കണം. നയസ്യമായാഗുണചിത്തവൃത്യഭൻ നിരീക്ഷതോ ഹ്യന്വപി ദൃഷ്ടിരജ്യതേ ഈശേ യഥാ നോജിതമന്യുരം ഖഫാം കസ്തന്നമന്യേത ജിഗീർഷുരത്മനാം. നയസ്യ മായാഗുണചിത്തവൃത്തിഭിഃ, ആരുടെ മായാഗുണചിത്തവൃത്തികളാൽ നിരീക്ഷിത നോക്കപ്പെടുന്ന ഹി അണ്വപി അല്പം പോലും ദൃഷ്ടി അജ്യത്തെ, ദൃഷ്ടി അജ്യത്തെ ബന്ധിക്കപ്പെടുക. അവ ദൃഷ്ടി രജ്യതയല്ല, ദൃഷ്ടി വിസർഗം വരും, പിന്നെ അജ്യതയുള്ളൂ. ദൃഷ്ടി അജ്യത്തെ ദൃഷ്ടിരജ്യത്തെ.
യാതൊരു ഭഗവാന്റെ ദൃഷ്ടിയാണോ, യസ്യ ദൃഷ്ടി, യാതൊരു ഭഗവാന്റെ ദൃഷ്ടിയാണോ മായാഗുണചിത്തവൃത്തികൾ കൊണ്ടും മായാഗുണചിത്തവൃത്തികളാലും ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് ആരാണോ അവരെ അതിൽ നിന്ന് മുക്തരാക്കാൻ അങ്ങേക്ക് കഴിയുള്ളൂ. അങ്ങയുടെ നിരീക്ഷണം കൊണ്ട് അണ്ണുവപി, ഒരു ചെറിയ നോട്ടം മാത്രം മതി സംസാര ബന്ധനത്തിൽ നിന്നും മുക്തരാക്കാൻ അങ്ങ് വിചാരിച്ചാൽ കഴിയും. ഈശേ യഥാ നോജിതമന്യരംഹസാം, ഈശനാണ്, ശക്തനാണ്. ഈ മായാബന്ധനത്തിൽ നിന്നും വിമുക്തി നേടിക്കൊടുക്കാൻ ശക്തനാണ്. യഥാ നോ അജിത മഞ്ഞുരംഹസാം, എപ്രകാരമാണോ നോ ഞങ്ങൾക്ക് അജിത മഞ്ഞുഹു അംഹസാം, ഹേ അജിതനായിരിക്കുന്ന, ആരാരും ജയിക്കപ്പെടാനാവാത്ത, മഞ്ഞുഹു, മഞ്ഞു കോപം, ക്രോധത്തോടു കൂടിയിരിക്കുന്ന ഞങ്ങളുടെ ചെറിയ പാപത്തെ പോലും ഇല്ലാതാക്കാനുള്ള കഴിവ്, അംഹഫാം, അംഹഫ് പാപം, കസ്തം മന്യതേ ജിഗീഷുഹു ആത്മനഃ, ജയിക്കാൻ ആഗ്രഹിക്കുന്ന ആരാണോ അവനെ നാം അന്യതയെ വിചാരിക്കാതിരിക്കുന്നത്. ഈ സംഘർഷണമൂർത്തിയെ എല്ലാവരും വിചാരിക്കുന്നത്, സംസാര ബന്ധനത്തിൽ നിന്നും നിർമുക്തനാവണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഇതിൽ നിന്നും വിജയം നേടണമെന്ന് ആഗ്രഹിക്കുന്നവർ അങ്ങയെ തന്നെ സ്മരിക്കുക ചെയ്യും. അതിൽ ആശങ്കയില്ല എന്നർത്ഥം. കാരണം അങ്ങയുടെ സ്വരൂപം തമോ ഗുണപ്രധാനമാണ്. സംഘർഷണമൂർത്തി നേരത്തെ പറഞ്ഞിരുന്നു. അത് അങ്ങനെ ആണെങ്കിൽ അതിന് പരിഹാരം പറയുകയാണ്. തമോ ഗുണമൂർത്തി ആണെങ്കിൽ പോലും അങ്ങ് ലോകത്തിന്റെ നിലനിൽപ്പിന് വേണ്ടുന്ന എന്തും ചെയ്യുവാനുള്ള ഈശ്വരനാണ്, ശക്തനാണ്. മായാഗുണത്തെ അങ്ങ് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പോലും ആ മായാഗുണത്തിന്റെ ബാധ കൊണ്ടുള്ള വിഷയങ്ങളൊന്നും അങ്ങയെ ബാധിക്കത്തില്ല. ആ മനോവികാരങ്ങളൊക്കെ അണുമാത്രം പോലും അങ്ങയെ ബാധിക്കില്ല. അന്വപി നരജ്യത്തെ. പിന്നെ ക്രോധാദികളായ ചിത്തവൃത്തി, അത് ഇതിന്റെയാണ്, തമോ ഗുണത്തിന്റെയാണ്. ആ ചിത്തവൃത്തികളെ ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റില്ല. അത് ഞങ്ങളെ ബാധിക്കുന്നത് പോലെ അങ്ങയെ അത് ബാധിക്കത്തുമില്ല. ഈ ക്രോധാദികൾ ഞങ്ങൾക്ക് ജയിക്കാനാകത്തില്ല, പക്ഷെ അങ്ങേക്ക് അത് ജയിക്കാൻ ആവും. അങ്ങയെ ബാധിക്കത്തില്ല. ഞങ്ങളിലുണ്ട്, ഞങ്ങളെ ബാധിക്കും. അതുകൊണ്ടാണ് അങ്ങ് സർവേശ്വരനാണ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഈ ഇന്ദ്രിയാദികളെ കീഴടക്കാൻ ആഗ്രഹിക്കുന്ന ആരാണ് അങ്ങയെ ഭജിക്കാത്തത്? കസ്തം മന്യേത ജിഗീർഷുഹു ആത്മനഃ. അതുകൊണ്ട് അങ്ങയെ സ്തുതിക്കാൻ എല്ലാ ജനങ്ങളും എപ്പോഴും തയ്യാറാണ്. അതുകൊണ്ടാണ് ഇതാ ഞങ്ങൾ അങ്ങയുടെ ഗുണങ്ങളെ വർണ്ണിച്ചുകൊണ്ട് സ്തുതിക്കുന്നത്. മായാഗുണചിത്തവർത്തഭിർനിരീക്ഷതോ ഹ്യന്വപി ദൃഷ്ടിരജ്യതേ ഈശേ യഥാ നോചിതമന്യുരംഭസം കസ്തം ന മന്യേതിഗീർഷുരാത്മനാം. മായാഗുണചിത്തവർത്തഭിർനിരീക്ഷതോ ഹ്യന്വപി ദൃഷ്ടിരജ്യതേ ഈശേ യഥാ നോചിതമന്യുരംഭസം കസ്തം ന മന്യേത ജിഗീർഷുരാത്മനാം. അസദൃശോയ പ്രതിഭാതി മായയാം ക്ഷീപേവ മത്വാ ഭവതം പ്രലോചനാം നാഗവദ്ധോർഹണൈശിരേ ഹ്രിയാ യത്പാദയോ സ്പർശനധർഷിതേന്ദ്രിയാഹം. അസദൃശോ യഹ, അസത്തായ കണ്ണോട് കൂടിയവൻ. അസദൃശോ യഹ, മായയ അസദൃശോ യഹ, മായ കൊണ്ട്
അസത്തായ കണ്ണോട് കൂടിയവൻ, നോട്ടത്തോടു കൂടിയവനെ പ്രതിഭാതി തോന്നിക്കുന്നു. എന്ത്? ക്ഷീബേവ മധ്വാസവതംപ്രലോചന. ക്ഷീബ ഇവ, മദ്യപാനം ചെയ്തവനെ പോലെ, മതിച്ചവനെ പോലെ. ക്ഷീബൻ മദ്യപാനം ചെയ്തവനാണ്. മധ്വാസവതംപ്രലോചന, മധുപാനം കൊണ്ട് ചുവന്നു തുടുത്ത കണ്ണുള്ളവനാണ് അങ്ങ് എന്ന് അങ്ങയെക്കുറിച്ചൊരു ആക്ഷേപമുണ്ട്. അത് അസദൃക്കുകൾക്കാണ്, മായ കൊണ്ട് തോന്നിക്കുന്നതാണ്. വാസ്തവത്തിൽ അങ്ങയുടെ സ്വഭാവം അല്ല അത്. ക്ഷീബേവ മധ്വാസവതംപ്രലോചന പ്രതിഭാതി, അങ്ങനെ തോന്നിക്കുന്നു. ഈ ഫുലാദികൾ, മദ്യാദികൾ കൊണ്ട് മതിച്ചിരിക്കുന്നു എന്ന് അങ്ങയുടെ കണ്ണ് കാണുമ്പോൾ തോന്നിക്കും. പക്ഷേ ഈ കണ്ണിലെ നിറമല്ലാതെ മദ്യത്തിന്റെ ബാധ അങ്ങയെ ബാധിക്കില്ല. അങ്ങേ അത് മതിപ്പിക്കത്തില്ല. അതുകൊണ്ട് വികാരമൊന്നും അങ്ങേക്കുണ്ടാവുകയില്ല. ഇത് എങ്ങനെയാകും എന്ന് പറയാൻ പുറപ്പെടുകയാണ്. മായാബാധ കൊണ്ട് സത്യം മാത്രമേ ജനങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ, അല്ല ഈ കണ്ണു മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ ഉള്ളിലുള്ള സത്യം അവർക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് അഭക്തന്മാരുടെ ദൃഷ്ടിയിൽ അങ്ങ് മദ്യപാനം ചെയ്തവനെ പോലെയാണ് എന്ന്, അതിൻ്റെ ലഹരി കൊണ്ട് രക്തവർണ്ണനാണ് എന്നും ഒക്കെ കാണപ്പെടുന്നത് വാസ്തവത്തിൽ തമോ ഗുണം കൊണ്ട് കാണുന്നതുകൊണ്ടാണ്, മായ കൊണ്ട് കാണുന്നതുകൊണ്ടാണ്. നാഗവത്ഥോർഹണ ഈശ്വരേ ഹ്രിയാം യത് പാദയോ സ്പർശനധർഷിതേന്ദ്രിയാഹ. അങ്ങയുടെ യത് പാദയോഹു, അങ്ങയുടെ പാദങ്ങളുടെ സ്പർശനധർഷിതേന്ദ്രിയാഹ, സ്പർശനം കൊണ്ട് ധർഷിതന്മാരായ ക്ഷോഭിച്ച ഇന്ദ്രിയങ്ങളോട് കൂടിയ നാഗവധുക്കൾ, നാഗസ്ത്രീകൾ ഹ്രിയ, ലജ്ജ കൊണ്ട്, അർഹനേ ന ഈശ്വരേ, പൂജനത്തിൽ അവർ ശക്തരല്ല. അടുത്ത വിഷയം ഇതാണ്. അങ്ങയുടെ പാദശുശ്രൂഷ ചെയ്യാൻ വേണ്ടി നാഗകന്യകമാർ, നാഗസ്ത്രീകൾ എത്തും. അവരുടെ മനസ്സും ഇന്ദ്രിയവും ഒന്നും അങ്ങയുടെ പാദസ്പർശം കൊണ്ട് ശോഭിക്കുന്നത് കൊണ്ട് അവർ ലജ്ജ പൂണ്ട് പാദപൂജ ചെയ്യാൻ അശക്തരായിട്ട് തീരും. സർവ്വജനങ്ങളുടെയും ഉള്ളിൽ ഉള്ള വ്യാപാരം അറിയുന്നവനായ അങ്ങയെ ആരാണ് ഭജിക്കാത്തത്? നാഗവധുക്കൾക്കത് സാധിക്കാറില്ല. അങ്ങയുടെ പാദത്തിലേക്ക് സ്പർശിച്ചപ്പോൾ അവർക്ക് കാമവികാരമാണ് ഉണ്ടായത്. അതുകൊണ്ട് അവർക്ക് ലജ്ജയുണ്ടായി. അതുകൊണ്ട് അവർ അങ്ങയെ സ്തുതിക്കാതെ പോയി. ഈ മനോഭാവത്തോടെ ആരാണോ അങ്ങയെ സ്മരിക്കുന്നത്, സ്തുതിക്കുന്നത്, അവർക്കതിന് യോഗ്യതയില്ല എന്ന് സമർത്ഥിക്കാം. നാഗവത്വർഹണ ഈശ്വരേ ഹ്രിയാം യത് പാദയോ സ്പർശനധർഷിതേന്ദ്രിയാഹ. അങ്ങയുടെ പാദങ്ങളെ സ്പർശിക്കുന്നത് കൊണ്ട് ഇന്ദ്രിയങ്ങൾ ക്ഷോഭിച്ചു പോവുകയാണ്. അങ്ങനെയുള്ള നാഗസ്ത്രീകൾക്ക് ലജ്ജ കൊണ്ട് അങ്ങയെ പൂജിക്കാൻ അവർ ശക്തരായി തീരുന്നില്ല. അസദൃശോയ പ്രതിഭാതിമായയാം ക്ഷീവേവ മധ്വാസവതംപ്രലോചന നാഗവത്ഥോർഹണൈശിരേ ഹ്രിയായ പാദയോ സ്പർശനധർഷിതേന്ദ്രിയാഹം. അസദൃശോയ പ്രതിഭാതിമായയാം ക്ഷീവേവ മധ്വാസവതംപ്രലോചന നാഗവത്ഥോർഹണൈശിരേ ഹ്രിയാം യത് പാദയോ സ്പർശനധർഷിതേന്ദ്രിയാഹം. യമാഹുരസ്യസ്തി ജന്മ സംയമം ത്രിഭുർവിഹീനം യം അനന്തമുഷയാം നവേദ സിദ്ധാർത്ഥമിവ ക്വചിത് സ്ഥിതം ഭൂമണ്ഡലം മൂർധസഹസ്രധാമസു. യമാഹു, ആരെയാണോ വിളിക്കുന്നത്,
സ്ഥിതി ജന്മ സംയമം. സ്ഥിതി ജന്മം സൃഷ്ടിയാണ്, സംയമം സംഹാരമാണ്. സ്ഥിതി ജന്മ സംയമം സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളാണ്. ത്രിഭുർ വിഹീനം, 3 ഗുണങ്ങളില്ലാത്തവനാണ്. തത്വരജസ്തമസ്സുകൾ എന്ന് 3 ഗുണങ്ങളില്ലാതെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നിർവഹിക്കുന്നവനായ അങ്ങയെ അനന്തം ഉഷയ ആഹു, അങ്ങേ അനന്തരായിട്ട് ഋഷിമാർ പറയുന്നു. ഋഷിമാർ അങ്ങേ അനന്തസ്വരൂപമായിട്ടാണ് കാണുന്നത്. ലോകത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ കൊണ്ട് ഈശ്വരത്വം അങ്ങേക്കുണ്ട്, അത് ഉറപ്പാണ്. പക്ഷേ ഇതറിയാവുന്നവരായ ഋഷിമാർ ആ ഉൽപ്പത്തിക്ക് കാരണമായിരിക്കുന്ന നിർവികാരനായ അങ്ങേ അത് തിരിച്ചറിഞ്ഞു. എങ്ങനെ അറിഞ്ഞു? നവേദ സിദ്ധാർത്ഥമിവ ക്വചു സ്ഥിതം ഭൂമണ്ഡലം മൂർധസഹസ്രധാമസു. നവേദ അറിയുന്നില്ല. സിദ്ധാർത്ഥമിവ, സിദ്ധാർത്ഥം വെച്ച കടുകുമണിയാണ്, കടുകിന്റെ പേരാണ്. കടുകുമണി പോലെ സിദ്ധാർത്ഥം, മറ്റേ സിദ്ധാർത്ഥങ്ങളൊന്നുമല്ല, ഒറ്റ വാക്കാണ്. സിദ്ധാർത്ഥം എന്ന പോലെ ക്വചിത് ഒരിടത്ത് സ്ഥിതം സ്ഥിതി ചെയ്തുകൊണ്ട് ഭൂമണ്ഡലത്തെ മൂർധസഹസ്രധാമസു 1000 ശിരഫുകളുള്ള പത്തികളിലെ ഒരു കടുകുമണി പോലെ അങ്ങ് ഭൂമണ്ഡലത്തെ ധരിക്കുന്നവരാണ്. ഇത് അങ്ങയുടെ ഏറ്റവും വലിയ യോഗ്യതയാണ്. ഇത് സാധാരണക്കാർ അറിയുന്നില്ല. ഭൂമിക്ക് മുകളിലുള്ള കാര്യം മാത്രമേ അറിയുന്നുള്ളൂ. 1000 ശിരഫുകളുള്ള അനന്തനാണ് സംഘർഷണമൂർത്തി. ആ അനന്തന്റെ ഭണത്തിൽ ഒരു കടുകുമണി പോലെയാണ് ഭൂമണ്ഡലം ഇരിക്കുന്നത്. അതറിയുന്നില്ല. അപ്രകാരമുള്ള അങ്ങേക്ക് ഈ ഭൂമണ്ഡലത്തെ മുഴുവൻ സൃഷ്ടിക്കാനും രക്ഷിക്കാനും സംഹരിക്കാനുള്ള കഴിവ് അങ്ങയിലുണ്ട്. പക്ഷേ മറ്റുള്ള സൃഷ്ടിയെ പോലെ ത്രിഗുണങ്ങൾ ബാധിക്കത്തില്ല. അതുകൊണ്ട് ഋഷിമാർ അങ്ങയെ അനന്തൻ എന്ന് വിളിക്കുന്നു. വേറെ ആരെയും ഈ പേര് വിളിക്കാൻ പറ്റില്ല. ഇതാണ് സംഘർഷണമൂർത്തിയുടെ മറ്റൊരു യോഗ്യത. യമാഹുരസ്യസ്ഥിതി ജന്മ സംയമം ത്രിഭുർവിഹീനം യമനന്തം ഋഷയാം നവേദസിദ്ധാർത്ഥമിവ കുരിൽ സ്ഥിതം ഭൂമണ്ഡലം മൂർധസഹസ്രധാമസു. യമാഹുരസ്യസ്ഥിതി ജന്മ സംയമം ത്രിഭുർവിഹീനം യമനന്തമുഷയാം നവേദസിദ്ധാർത്ഥമിവ കുരിൽ സ്ഥിതം ഭൂമണ്ഡലം മൂർധസഹസ്രധാമസു. യസ്യാദ്യ ആസീത് ഗുണവിഗ്രഹോ മഹാൻ വിജ്ഞാനധിഷ്ണു ഭഗവാനജക്കില യത് സംഭവോഹം ത്രിവൃതാസ്വതേജസാ വൈകാരികം താമസമൈന്ദ്രിയം സൃജേം. യസ്യ യാതൊരുവന്റെ ആദിയിലുണ്ടായ ഗുണവിഗ്രഹോ, ഗുണവിഗ്രഹം ഗുണം കൊണ്ട് മഹത്വത്വം എന്ന പേരായ ഒരു തത്വവിഗ്രഹമാണ് ആദ്യം ഉണ്ടായത്. സൃഷ്ടിയിൽ മായയെ സ്വീകരിച്ചു. അതിൽ നിന്ന് ആദ്യം അങ്ങയുടെ ഇച്ഛാശക്തി, കാലമുണ്ടായി. അതിൽ നിന്നും അനന്തം എന്നുള്ള ആ ഒരു ശക്തി ഉണ്ടാകുന്നു. അതിനെ മഹത്വം എന്ന് വിളിക്കുന്നു. അതിൽ നിന്നുമാണ് പിന്നെ ബാക്കി സൃഷ്ടികളൊക്കെ. അതുകൊണ്ട് യസ്യ ആദ്യ ആസീത് ഗുണവിഗ്രഹോ മഹാൻ, മഹാന്റെ മഹത്തത്വം. വിജ്ഞാനധിഷ്ണുവോ ഭഗവാൻ അജക്കില,
വിജ്ഞാനത്തിന് ആശ്രയമായിരിക്കുന്ന മഹത്ത് എന്നുള്ള തത്വം അങ്ങയിൽ നിന്നുമാണ് ഉണ്ടായത്. വിജ്ഞാനധിഷ്ണു, വിജ്ഞാനത്തിന് ഇരിപ്പിടമായ ഭഗവാൻ അജക്കില, അജനായ ഭഗവാൻ, അജനായ ബ്രഹ്മാവ്, ആ ഭഗവാനായ അജനായ ആ ബ്രഹ്മാവ് വിജ്ഞാനധിഷ്ണു ഭഗവാൻ അജക്കില, ഇതിൽ നിന്നുമാണല്ലോ പിന്നെ ബ്രഹ്മാവിന് ബാക്കിയെല്ലാം സൃഷ്ടിക്കാൻ പറ്റിയത്. ബ്രഹ്മസൃഷ്ടിക്ക് മുമ്പ് അങ്ങയിൽ നിന്നും ആവിർഭവിച്ച തത്വമാണ്, ശക്തിയാണ് അനന്തത്വം. അത് സംഘർഷണ മൂർത്തിയാണ്. യത് സംഭവോഹം ത്രിവൃതാഫ തേജസ, യാതൊരു സംഭവം കൊണ്ട് യാതൊരുവനിൽ നിന്നും ഉണ്ടായവനാണ്, സമ്യക്കായിട്ട് ഭവിച്ചവനാണ് ഞാൻ എന്ന് അഹം, ഞാൻ എന്ന് ത്രിവൃത, 3 ഗുണത്താൽ, തേജസ, സ്വന്തം തേജസ് കൊണ്ട്, വൈകാരികം താമസം ഇന്ദ്രിയം സൃജേ, വൈകാരികമായ സാത്വിക വർഗത്തെയും താമസത്തെയും, താമസവർഗത്തെയും, ഐന്ദ്രിയം എന്ന രാജസവർഗത്തെയും സൃഷ്ടിക്കുന്നു. ഇതൊക്കെ ബ്രഹ്മാവ് സൃഷ്ടിക്കാൻ കാരണം അങ്ങയുടെ മഹത്തെന്ന ആ ശക്തിയിൽ നിന്ന് മാത്രമാണ്. സത്വരജസ്തമ രൂപമായ ആ ത്രിഗുണാത്മകമായ അഹങ്കാര തത്വം കൊണ്ടാണ് ദേവതാവർഗത്തെയും ഭൂതവർഗത്തെയും ഇന്ദ്രിയവർഗത്തെയും ഒക്കെ ഞാൻ സൃഷ്ടിക്കുന്നത് എന്നുള്ളത് ഈ അനന്തമൂർത്തിയുടെ ശക്തി കൊണ്ട് മാത്രമാണ്. ശിവനാണ് ഇവിടെ സ്തുതിക്കുന്നത്. അഹങ്കാരത്തിന്റെ തമോ ഗുണത്തിന്റെ അധിഷ്ഠാനമൂർത്തിയായ രുദ്രനാണ് സ്തുതിക്കുന്നത്. യസ്യാദ്യാഫിദ് ഗുണവിഗ്രഹോ മഹാൻ വിജ്ഞാനധിഷ്ണോ ഭഗവാനജക്കിലാം യത് സംഭവോഹം ത്രിവൃതാഫ തേജസാ വൈകാരികം താമസമൈന്ദ്രിയം സൃജേ. യസ്യാദ്യാഫിദ് ഗുണവിഗ്രഹോ മഹാൻ വിജ്ഞാനധിഷ്ണോ ഭഗവാനജക്കിലാം യത് സംഭവോഹം ത്രിവൃതാഫ തേജസാ വൈകാരികം താമസമൈന്ദ്രിയം സൃജേ. ഏതേ വയം വ്യവശീ മഹാത്മന സ്ഥിതാ ശകുന്താ ഇവ പുത്രേന്ദ്രതാ മഹാനഹം വൈകതദാമഫേന്ദ്രിയാ സൃജാമ സർവേ യദനുഗ്രഹാദിതം. ഏതേ വയം, ഈ ഞങ്ങൾ, യസ്യവശേ, യാതൊരു അനന്തസ്വരൂപനായ സംകൃഷ്ണമൂർത്തിയുടെ വശനായിരിക്കുന്ന കൊണ്ട്, മഹാത്മനഹ, ആ മഹാത്മാവിന്റെ വശമതനായിരിക്കുന്ന കൊണ്ട്, സ്ഥിതാഹ, ഞങ്ങൾ എങ്ങനെയാണ്, ശകുന്തായിവ സൂത്രയന്ത്രിതാഹ, ചരലിൽ കെട്ടിവിട്ട പക്ഷിയെ പോലെയാണ്. ശകുന്തം പക്ഷി, സൂത്രയന്ത്രിതാഹ, നൂലുകൊണ്ട് നിബന്ധിച്ചിരിക്കുന്ന പക്ഷിയാണ്. പക്ഷി അതിന്റെ കാലിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ചരട് വെച്ച് കെട്ടി നമ്മുടെ കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. പക്ഷിക്ക് സ്വതന്ത്രമായിട്ട് പോകാൻ പറ്റുമോ? ഇല്ല. ഇതുപോലെ അങ്ങയാൽ പക്ഷികളായിരിക്കുന്ന ഞങ്ങൾ നിയന്ത്രിതരാണ്. മഹാനഹം വൈഗതതാമസേന്ദ്രിയാഹം, മഹാൻ അഹം, മഹത്തായ അഹന്തത്വം കൊണ്ട്, വൈഗതതാമസേന്ദ്രിയാഹം, വൈഗതങ്ങളും താമസങ്ങളും ഇന്ദ്രിയങ്ങളും, സാത്വിക രാജസ താമസങ്ങൾ 3. വൈകൃതം സത്വമാണ്, താമസമായി ഇന്ദ്രിയങ്ങൾ രജസാണ്. ഈ എന്നുള്ള 3 വർഗങ്ങൾ, വൈകൃത താമസേന്ദ്രിയ സൃജാമ, ഞങ്ങൾ സൃഷ്ടിക്കുന്നു. സർവേ യദനുഗ്രഹാത് ഇതം, ഈ സൃഷ്ടി മുഴുവൻ നടത്താൻ പറ്റിയത് ഈ സംഘർഷണമൂർത്തിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ശിവൻ സ്തുതിക്കുന്നു. ബ്രഹ്മാവ് ഇത് ചെയ്യാൻ കാരണവും അതുകൊണ്ട് തന്നെയാണ്. ഏതേ വയം യസ്യവശീ മഹാത്മനാം സ്ഥിതാ ശകുന്താ ഇവ പുത്രയന്ത്രിതാ മഹാനഹം വൈഗതതാമസേന്ദ്രിയാഹ സൃജാമ സർവേ യദനുഗ്രഹാദിദം. ഏതേ വയം യസ്യവശീ മഹാത്മനാം സ്ഥിതാ ശകുന്താ ഇവ പുത്രയന്ത്രിതാ
മഹാനഹം വൈകതതാമസേന്ദ്രിയാ സൃജാമ സർവേ യദനുഗ്രഹാദിദം നിർമ്മിതം കർഹ്യപി കർമ്മപർവണീം മായാം ജനോയം ഗുണസർഗമോഹിതാം നവേദ നിസ്താരണയോഗമജ്ജഫാതസ്മൈ നമസ്തേ വിലയോദയാത്മനീം. ഇത് നിർമ്മിതം യാതൊന്നുകൊണ്ട് നിർമ്മിക്കപ്പെട്ട കർഹി അപി ഒന്നിനെപ്പോലും കർമ്മപർവണീം കർമ്മങ്ങളാകുന്ന പർവങ്ങൾ ഗ്രന്ഥികൾ കെട്ടോടുകൂടിയ കർമ്മപർവണീം കർമ്മങ്ങളാകുന്ന കെട്ടുകളോടുകൂടിയ കൂടി യാതൊരുവനാൽ നിർമ്മിക്കപ്പെട്ട ഗുണസർഗ മോഹിത ഗുണങ്ങൾ നിമിത്തമുണ്ടായ സൃഷ്ടിയാൽ മോഹിച്ചിരിക്കുന്ന ഞങ്ങൾ ജനോ അയം അയം ജനഹ ഈ ജനങ്ങൾ യാതൊരു ഭഗവാനാൽ നിർമ്മിക്കപ്പെട്ട ഗുണങ്ങൾ കൊണ്ടുണ്ടായ സൃഷ്ടിയാൽ ഗുണസർഗമോഹിത അതിൽ മോഹിച്ചിരിക്കുന്ന ഈ ജനങ്ങൾ കർമ്മങ്ങളാകുന്ന കെട്ടുകളോട് കൂടിയവരായിരിക്കുന്നു, കർമ്മബന്ധിതരാണ്. നിർമ്മിതാം യാതൊരുവാൽ നിർമ്മിക്കപ്പെട്ടതായ ആ മായയെ ഞങ്ങൾ ശരിക്കും തിരിച്ചറിയുന്നു. നവേദ നിസ്താരണയോഗമഞ്ജഫാം നിസ്താരണവേദം നിസ്താരണയോഗം അഞ്ജഫ നവേദ നിസ്താരണമായ ഇത് കടക്കാനുള്ള ഒരു ഉപായം, നിസ്തരണം ചെയ്യുക അപ്പുറത്ത് കിടക്കുക, അതിനുള്ള ഒരു യോഗം അഞ്ജഫ പെട്ടെന്ന് നവേദ ഞങ്ങൾ അറിയുന്നില്ല. തസ്മൈ അങ്ങനെയുള്ള വിലയോദയാത്മനെ സൃഷ്ടി സംഹാരങ്ങൾ ചെയ്യുന്ന സ്വരൂപത്തോടു കൂടിയവനായ അങ്ങേക്കിത ഞങ്ങൾ നമസ്കരിക്കുന്നു. ഉദയവും സംഹാരവും അങ്ങയുടെ സ്വരൂപമാണ്. ഈ മായ കൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. നിർമ്മിതാം ഗുണസർഗമോഹിത മായാം ആ മായയുടെ ഗുണകാര്യങ്ങൾ കൊണ്ട് മോഹിതരാണ് ഞങ്ങളൊക്കെ. അങ്ങനെ അതുകൊണ്ട് മറന്നിരിക്കുന്ന ഞങ്ങളെ ഈ ജനം, ഞങ്ങൾക്ക് മാത്രമേ മായയെക്കുറിച്ച് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതിനെ കടന്നു പോകാനുള്ള ഉപായം ഞങ്ങൾക്കറിയത്തില്ല. ഞാൻ ദേഹമാണെന്നുള്ള ഭാവം ഉപേക്ഷിച്ച്, കർമ്മവാസനകൾ ഉപേക്ഷിച്ച്, വീണ്ടും വീണ്ടും ശരീരത്തെ പരിഗ്രഹിക്കുന്നത് ഉപേക്ഷിച്ച് ഈ ലോകത്തിന്റെ ഉൽപ്പത്തിക്കും ലയത്തിനും കാരണമായ അങ്ങേക്കായിക്കൊണ്ട് ഞങ്ങളിതാ നമസ്കരിക്കുന്നുവെന്ന് സംഘർഷണമൂർത്തിയുടെ യഥാർത്ഥ സ്വഭാവത്തെ, ഒരുപക്ഷെ അപൂർവമായ സ്തുതിയാണ് സംഘർഷണ സ്തുതി. വേദങ്ങളിലും ഉപനിഷത്തുകളിലും കാണപ്പെടാത്തതാണ്, പുരാണങ്ങളിലും മറ്റെങ്കിലും കാണില്ല. അത് ഭഗവാന്റെ സൃഷ്ടിയിൽ ആദ്യത്തെ സൃഷ്ടിയായിട്ടാണ്, മഹത്തായ സൃഷ്ടി. അതിൽ നിന്നാണ് പിന്നെ ബാക്കി സകലതും ബ്രഹ്മാവിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഭൂമിയും മുഴുവൻ താങ്ങി നിർത്താൻ പറ്റുന്ന കൽപ്പുള്ള അനന്തസ്വരൂപനായ സംഘർഷണമൂർത്തിയെ മഹാദേവൻ ആദിയിൽ സ്തുതിക്കുന്നത്. കാരണം അനന്തന്റെ മുകളിലാണ് ഭൂമി മുഴുവൻ ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അതിന് കാരണക്കാരനെന്ന് സ്തുതിച്ചെങ്കിൽ മാത്രമേ ഭൂമിയുടെ രക്ഷ ഉറപ്പാവുകയുള്ളൂ. നിർമ്മിതം കർഹ്യപി കർമ്മ പർവണീം മായാം ജനോയം ഗുണസർഗമോഹിതാം നവേദ നിസ്താരണയോഗമഞ്ജഫാതസ്മൈ നമസ്തേ വിലയോദയാത്മനേ. നിർമ്മിതം കർഹ്യപി കർമ്മ പർവണീം മായാം ജനോയം ഗുണസർഗമോഹിതാം നവേദ നിസ്താരണയോഗമഞ്ജഫാതസ്മൈ നമസ്തേ വിലയോദയാത്മനേ. എന്നിങ്ങനെ സംഘർഷണമൂർത്തിയുടെ സ്തുതി ഇളാപദത്തിൽ ഇരുന്നു കൊണ്ട് മഹാദേവൻ സ്തുതിച്ച് സമ്പൂർണമാക്കുന്നു. ഇത് ഈ 5-8 ശ്ലോകം വാസ്തവത്തിൽ മറ്റെങ്ങും ലഭിക്കാത്ത ഒരു സംഘർഷണമൂർത്തിയുടെ സ്തുതിയാണ്.
ബലരാമനെ സ്തുതിക്കുമ്പോൾ എങ്ങനെ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ബലരാമൻ ഈ അനന്തന്റെ അവതാരമാണ് എന്നുള്ളത് കൊണ്ട് ഈ സംഘർഷണ സ്തുതി കൊണ്ട് ബലരാമനെ സ്തുതിക്കുന്നത് തുല്യമായി തീരും എന്നുള്ളത് കൊണ്ട് ഇത് ബലരാമ സ്തുതിയായിട്ട് സംഘർഷണ സ്തുതിയായിട്ട് കണക്കാക്കാം. മഹാദേവനാണ് സ്തുതിക്കുന്നത്. ഇത്രയൊക്കെ ഇതിന് മഹത്വം ഈ സ്തുതിക്കുണ്ട് എന്നതാണ്. ഇവിടെ ഈ അധ്യായം സമ്പൂർണ്ണമാവുകയാണ്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ അടുത്ത 18-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. ശ്രീശുകൗവാച തഥാ ച ഭദ്രശ്രവാ നാമ ധർമ്മസുതസ്തത്കുലപതയഃ പുരുഷാ ഭദ്രാശ്വർഷേ സാക്ഷാത് ഭഗവതോ വാസുദേവസ്യ പ്രിയാം തനും ധർമ്മമയീം ഹയശീർഷാഭിധാനം പരമേണ സമാധിനാം സന്നിധാപ്യേതം അഭിഗൃണന്ത ഉപധാവന്തി. ഇനി ഭദ്രശ്രവോ നാമ ധർമ്മസുതഃ തത്കുലപതയഃ. ഭദ്രശ്രവസ് എന്ന പേരായ ധർമ്മസുതഃ, ധർമ്മപുത്രൻ, ധർമ്മത്തിന്റെ പുത്രൻ എന്നേ ഉള്ളൂ. നമ്മളിപ്പോ ഈ പുരാണത്തെ കാണുന്ന ധർമ്മപുത്രൻ എന്ന് വിചാരിക്കണ്ട. ധർമ്മത്തിന്റെ പുത്രനായ ഭദ്രശ്രവസ് എന്നു പേരുള്ള തത്കുലപതയഃ, അതിന്റെ കുലപതികളായ പുരുഷന്മാരും ഭദ്രാശ്വവർഷേ, ഭദ്രാശ്വം എന്ന വർഷത്തിൽ, അടുത്ത വർഷം അതാണ് ഇളാവൃതം കഴിഞ്ഞു, അടുത്ത ഭദ്രാശ്വവർഷത്തിൽ സാക്ഷാത് ഭഗവതോ വാസുദേവസ്യ, സാക്ഷാത്തായ ഭഗവാനായ വാസുദേവന്റെ പ്രിയാം തനും, പ്രിയപ്പെട്ടതായ ആ ശരീരത്തെ, ധർമ്മമയീം തനും, ധർമ്മമയമായ ശരീരത്തെ ഹയശീർഷാഭിധാനം, ഹയശീർഷം എന്ന പേരോടെ പരമേണ സമാധിയാണ്, പരമമായ സമാധി കൊണ്ട് സന്നിധാപ്യ ഉറപ്പിച്ചിട്ട് അഭിഗൃണന്ത ഉപധാവന്തി സ്തുതിച്ചുകൊണ്ട് സേവിക്കുന്നു. ഉപധാവന്തി സേവിക്കുന്നു, അഭിഗൃണന്ത സ്തുതിച്ചുകൊണ്ട്, സന്നിധാപ്യ ഉറപ്പിച്ചുകൊണ്ട്, സന്നിധാനം ചെയ്തുകൊണ്ട്, മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് സ്തുതിക്കുന്നു. ഇനി ഭദ്രാശ്വവർഷത്തിലെ ഭദ്രശ്രവസ് എന്ന പേരായ ധർമ്മത്തിന്റെ പുത്രനായ ആ ഭദ്രശ്രവസിനെ ആണ് സ്തുതിക്കുന്നത്. അദ്ദേഹത്തിന്റെ കുലമുഖ്യന്മാരായ പുരുഷന്മാരും ഭഗവാനായ വാസുദേവന്റെ ഈ ധർമ്മപുത്രനും ധർമ്മസ്വരൂപവുമായ ഹയഗ്രീവൻ എന്ന പേരോടുകൂടിയ ഒരു മൂർത്തിയാണ് അവിടെ ധ്യാനിക്കുന്നത്. ഇനിയും പറയാൻ പോകുന്നത് ഹയഗ്രീവ സ്തുതിയാണ്. ഭദ്രശ്രവസ് എന്ന ധർമ്മപുത്രനോടുകൂടിയ പുരുഷന്മാർ ആണ് ഭദ്രാശ്വവർഷത്തിൽ ഹയഗ്രീവമൂർത്തിയെ സ്തുതിക്കുന്നത്. ഇനി ആ സ്തുതിയാണ് താഴെ പറയാൻ പോവാം. തഥാ ച ഭദ്രശ്രവാ നാമ ധർമ്മസുതഃ തത്കുലപതയഃ പുരുഷാഃ ഭദ്രാശ്വവർഷേ സാക്ഷാത് ഭഗവതോ വാസുദേവസ്യ പ്രിയാം തനും ധർമ്മമയീം ഹയശീർഷാഭിധാനം പരമേണ സമാധിനാ സന്നിധാപ്യ ഇദം അഭിഗൃണന്ത ഉപധാവന്തി. തഥാ ച ഭദ്രശ്രവാ നാമ ധർമ്മസുതഃ കുലപതയഃ പുരുഷാഃ ഭദ്രാശ്വവർഷേ സാക്ഷാത് ഭഗവതോ വാസുദേവസ്യ പ്രിയാം തനും ധർമ്മമയീം ഹയശീർഷാഭിധാനം പരമേണ സമാധിനാ സന്നിധാപ്യ ഇദം അഭിഗൃണന്ത ഉപധാവന്തി. തഥാ ച ഭദ്രശ്രവാ നാമ ധർമ്മസുതഃ തത്കുലപതയഃ പുരുഷാഃ ഭദ്രാശ്വവർഷേ സാക്ഷാത് ഭഗവതോ വാസുദേവസ്യ പ്രിയാം തനും ധർമ്മമയീം ഹയശീർഷാഭിധാനം പരമേണ സമാധിനാ സന്നിധാപ്യേദം അഭിഗൃണന്ത ഉപധാവന്തി. ഭദ്രശ്രവസഃ ഊചു, ഭദ്രശ്രവസുകൾ പറയുന്നു, സ്തുതിക്കുന്നു. ഓം നമോ ഭഗവതേ ധർമായ ആത്മവിശോധനായ നമോ നമ ഇതി. ഇതാണ് മന്ത്രം.
ഭഗവതേ ധർമായ, ധർമ്മസ്വരൂപനായ അങ്ങേക്ക് ഞങ്ങൾ നമസ്കരിക്കുന്നു. ധർമ്മത്തിന്റെ പുത്രനാണ്. ആത്മവിശോധനായ, ഉള്ളിനെ സംശോധിപ്പിക്കാൻ വേണ്ടി, അന്ധക്കരണം പരിശുദ്ധമാക്കുന്നതിനു വേണ്ടി, ധർമ്മസ്വരൂപനായ അങ്ങയെ ഉപാസിക്കുന്നത് കൊണ്ട്, അങ്ങയെ സ്തുതിക്കുന്നത് കൊണ്ട്, ജ്ഞാനസ്വരൂപനായ അങ്ങയെ സ്തുതിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ അന്ധക്കരണം പരിശുദ്ധമായി തീരും എന്നുള്ളത് കൊണ്ട് അങ്ങനെയുള്ള അങ്ങയ്ക്ക് നമോ നമ ഇതി, അങ്ങയ്ക്ക് നമസ്കാരം എന്ന്. ഭദ്രശ്രവസ്സുകൾ എന്ന് പറയുന്നത് ഒരു ഗണം ആണ്. ധർമ്മത്തിന്റെ പുത്രന്മാരായിട്ട് ജനിച്ച ഗണദേവതകളുടെ കൂട്ടത്തിൽപ്പെടുന്നതാണ് ഭദ്രശ്രവസ്. അതുകൊണ്ട് അതുകൊണ്ടാണ് പുരുഷാഹ എന്നൊക്കെ അവിടെ പറഞ്ഞത്. കുലപതിയാണ് അദ്ദേഹം, അദ്ദേഹത്തിന്റെ പുരുഷന്മാരും കൂടി ചേർന്നുകൊണ്ടാണ് സ്തുതിക്കുന്നത് എന്ന് വ്യക്തമാക്കി. അതുകൊണ്ടാണ് ഓം നമോ ഭഗവതേ ധർമായ ആത്മവിശോധനായ നമോ നമ ഇതി. ഇനിയും സ്തുതിയാണ്. അഹോ വിചിത്രം ഭഗവത് വിചേഷ്ടിതം ഘ്നന്ദം ജനോയം ഹി നിഷന്ന പശ്യതി ധ്യായന്ന സദ്യർഹി വികർമ്മഫേവിതും നിർഹൃത്യപുത്രം പിതരം ജിജീവിഷതി. അഹോ വിചിത്രം, അത്ഭുതമായിരിക്കുന്നു. ഭഗവത് വിചേഷ്ടിതം, അങ്ങയുടെ ചേഷ്ടകൾ അത്ഭുതകരമാണ്. എന്താണ്? ഘ്നന്ദം ജനോയം ഹി മിഷൻ ന പശ്യതി. ഘ്നന്ദം ഹിംസിക്കുന്നവനെ, അയം ജനഹ ഈ ജനം, ഹി തീർച്ചയായിട്ടും, മിഷൻ കണ്ണു വിഴിച്ചിരിക്കുകയാണെങ്കിലും ന പശ്യതി കാണുന്നില്ല. ഈ ഭഗവാന്റെ ഹയഗ്രീവമൂർത്തിയുടെ മായാവിലാസങ്ങൾ ആരും കാണുന്നില്ല. ആശ്ചര്യമാണത്. അയം ജനഹ മിഷൻ ന പശ്യതി ഘ്നന്ദം. ഈ ലോകത്തുള്ള ജനങ്ങൾ ആരും ഈ മൃത്യുദേവനെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഹനിക്കുന്നവനായ മൃത്യുദേവനെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും അതിൽ നിന്നും മോചിക്കാൻ ആഗ്രഹിക്കുകയോ അതിനുവേണ്ടി പരിശ്രമിക്കുകയോ ചെയ്യില്ല. എത്രയെത്ര പേര് മരിക്കുന്നു, ഓരോ ദിവസവും മരിക്കുന്നു. നമ്മളിൽ തന്നെ അച്ഛൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, മക്കള്, ബന്ധുക്കൾ, സുഹൃത്തുക്കളൊക്കെ മരിക്കുന്നു. ഇതൊക്കെ മരിക്കുമ്പോഴും മിഷൻ കണ്ണുമിഴിച്ച് നോക്കിയിരിക്കും. ന പശ്യതി, ഞാനും ഇതിലകപ്പെടുന്നവനാണ് എന്ന് കാണില്ല, വിചാരിക്കില്ല. മരണം സത്യമാണ്. ഇതെനിക്ക് നാളെ ഉണ്ടാകും, ഇന്നല്ലെങ്കിൽ നാളെ എനിക്കും വരും. ഇത് ഈ ലോകത്ത് വ്യാപരിച്ചു കൊണ്ടേയിരിക്കുന്നതാണ്. എല്ലാ ദിവസവും മരണം കണ്ടുകൊണ്ട് എത്ര ശവസംസ്കാരത്തിൽ പങ്കെടുത്താലും, എത്ര മരണവീട്ടിൽ പോയാലും ഇതിൽ നിന്ന് മോചിക്കാൻ എന്താണ് ഉപായം എന്ന് അന്വേഷിക്കുകയോ കണ്ടുപിടിക്കുകയോ ശ്രമിക്കുകയോ ചെയ്യുന്നില്ല. ഖണ്ഡം ജനോയം ഹിമിഷൻ ന പശ്യതി. ഭാര്യയോ ഭർത്താവോ പുത്രനോ ഒക്കെ മരിച്ചാൽ കുറച്ചുനാൾ ദുഃഖം കഴിഞ്ഞാൽ അവരുടെ സമ്പത്ത് കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ബാക്കിയുള്ളവർ. അച്ഛനുണ്ടാക്കിയ, ഭർത്താവ് ഉണ്ടാക്കിയ, അല്ലെങ്കിൽ മക്കളുണ്ടാക്കിയ ആ സമ്പത്ത് കൊണ്ട് ആ കിട്ടുന്നത് കൊണ്ട് അവർ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് ജീവിക്കാൻ പറ്റും. എന്നാൽ ഞാനും നാളെ ഇങ്ങനെ മരിക്കുന്നവനാണ് എന്ന് വിചാരിക്കത്തില്ല. പിതാവിന്റെ ശവസംസ്കാരം കഴിഞ്ഞ ഉടനെ ആ പിതൃധനം കൊണ്ട് പുത്രൻ വളരാൻ ഇച്ഛിക്കുന്നവനാണ്.
മരണം കഴിഞ്ഞതേ ഉള്ളൂ, സംസ്കാരം കഴിഞ്ഞുകൊണ്ട് മാറുകയേ ഉള്ളൂ. ഇനി എന്താണ്? അച്ഛൻ സമ്പാദിച്ചു വെച്ചൊക്കെ എന്ത് ചെയ്യണം? എടുത്ത് ഉപയോഗിച്ച് അനുഭവിച്ച് സുഭിക്ഷമായിട്ട് ജീവിക്കണം. ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് അപ്പോഴും തിരിച്ചറിയുന്നില്ല. ധ്യായൻ അസദ് എർഹി വികർമ്മ സേവിതും. അപ്പോഴും അസത്തായ ഭൗതിക ലോക ജീവിതത്തിന്റെ സമ്പത്തുകളെ ധ്യാനിച്ചു കൊണ്ടാണ് ഇവർ കഴിയുന്നത്. ധ്യായൻ അസദ് എർഹി വികർമ്മ സേവിതും. വികർമ്മങ്ങളെയാണ് സേവിക്കുന്നത്. ധാരാളം കർമാനുഷ്ഠാനം കൊണ്ട് ഇനിയും ഈ ലോകത്ത് കുറെ നാൾ കൂടി ജീവിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. നാളെ മരണം എന്നെ ബന്ധിക്കും, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താണെന്ന് ആരും ചിന്തിക്കാറില്ല. അതിൽ നിന്ന് രക്ഷപ്പെട്ടില്ല എന്നുറപ്പുള്ളത് കൊണ്ട് തന്നെ ആവാം. പക്ഷെ അതിൽ അകപ്പെടാതെ, മരണത്തിന്റെ ഭീതിയിൽ അകപ്പെടാതെ ഇവിടുന്ന് പോകാൻ പറ്റുന്ന എങ്ങനെയാണ് എന്ന് എത്ര പേര് ഭീതിദായകമായ അന്തരീക്ഷത്തിൽ മരിക്കുന്ന കാഴ്ച കണ്ടാലും ഇങ്ങനെ എനിക്കുണ്ടാവാതെ രക്ഷപ്പെട്ടു പോകണം എന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? നർഹൃത്യപുത്രം പിതരം ജിജീവിഷതീം. പുത്രനെ സംഹരിച്ച് എന്താണ്? എന്റെ ശവസംസ്കാരം കഴിഞ്ഞ ശേഷം ആ ധനം കൊണ്ട് പിതാവ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. പിതാവിന്റെ ശവസംസ്കാരം കഴിഞ്ഞ് ആ ധനം കൊണ്ട് പുത്രൻ ജീവിക്കാൻ പുത്രൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. വാസ്തവത്തിൽ വിഷയസുഖങ്ങൾ നശ്വരങ്ങളാണെന്നും അതിനുവേണ്ടി എത്രയെത്ര പാപകർമ്മങ്ങൾ ചെയ്ത് ഈ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് അത്ഭുതകരമാണ്. ഭാരതവർഷത്തിൽ വസിക്കുന്നവരൊക്കെ വിഷയസുഖങ്ങളെ പരിത്യജിച്ചുകൊണ്ട് മുക്തി മാർഗത്തിലേക്കുള്ള വഴി അന്വേഷിച്ച് അത് അറിഞ്ഞിരിക്കുന്ന ഭദ്രാശ്വർഷ നിവാസികൾ സ്വർഗസുഖത്തെ അനുഭവിക്കുന്നെങ്കിലും അത് തുച്ഛമാണെന്നും തൽക്കാലത്തേക്കുള്ളെന്നും അതിനെ നിന്ദിച്ചുകൊണ്ട് മോക്ഷേച്ഛ തങ്ങൾക്ക് ലഭിക്കാത്തതിൽ പരിതപിക്കുകയും അതിനുവേണ്ടി ആന്തരികമായി സ്തുതിക്കുകയും ചെയ്യുന്നതാണ് ഈ സ്തുതിയുടെ ലക്ഷ്യം എന്ന് ഇന്നത്തെ ലോക ജീവിതവുമായി ഈ സ്തുതി എത്ര ബന്ധപ്പെട്ടിരിക്കുന്നു നോക്കാം. അഹോ വിചിത്രം ഭഗവത് വിചേഷ്ടിതം ഘ്നന്ദം ജനോയം ഹിമിഷം നപശ്യതി ധ്യായന്നഫദ്യർഹി വികർമ്മസേവിതം നിർഹൃത്യപുത്രം പിതരം ജിജീവിഷതി. അഹോ വിചിത്രം ഭഗവത് വിചേഷ്ടിതം ഘ്നന്ദം ജനോയം ഹിമിഷൻ നപശ്യതി ധ്യായന്നഫദ്യർഹി വികർമ്മസേവിതം നിർഹൃത്യപുത്രം പിതരം ജിജീവിഷതി. വദന്തി വിശ്വം കവയസ്മനശ്വരം പശ്യന്തി ചാധ്യാത്മവിദോ വിപശ്ചിത തഥാ വിമുഹ്യന്തി തവാച മായയാ സുവിസ്മിതം കൃത്യമജം നതോസ്മിതം. വദന്തി വിശ്വം കവയഃ സ്മ നശ്വരം. കവയഃ കവികൾ, ഋഷികവികൾ ഈ വിശ്വത്തെ നശ്വരം വദന്തി സ്മ നശിക്കുന്നതാണെന്ന് പറയുന്നു, ഉറപ്പാണ്. പശ്യന്തിച അധ്യാത്മവിദോ വിപശ്ചിത. അധ്യാത്മവിദ ആത്മാവിനെ അറിയുന്നവരായ വിപശ്ചിത്തുകൾ, പണ്ഡിതന്മാർ വിശ്വം നശ്വര സ്വഭാവമാണെന്ന് വദന്തി പറയുന്നു. എല്ലാവർക്കും ഇത് പറയാൻ പറ്റില്ലല്ലോ. നമ്മളൊക്കെ ഇത് നശിക്കുന്നതല്ല, ഇത് നിലനിൽക്കും, എത്ര തലമുറ നിന്നാണിത്, ഇനി നശിക്കില്ല എന്നേ പറയൂ. അധ്യാത്മവിത്തുക്കളായ വിപശ്ചിത്തുക്കൾ ഈ പ്രപഞ്ചം നശ്വരമാണെന്ന് കണ്ടിട്ട് അത് നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. തഥാപി എന്നാലും മുഹ്യന്തി തവാജമായ, ഹേ അജ തവ മായ മുഹ്യന്തി, അങ്ങയുടെ മായ കൊണ്ട് മോഹിക്കുകയും ചെയ്യുന്നു. സുവിസ്മിതം കൃത്യമജം, അത്ഭുതപ്പെടുത്തുന്ന കൃത്യങ്ങളോട് കൂടിയതായ അജനെ, ജന്മമില്ലാത്തവനായ അജനെ, നതുസ്മിതം അവനെ ഞങ്ങൾ നമസ്കരിക്കുന്നു.
അങ്ങയുടെ മായയാണ് വാസ്തവത്തിൽ നമ്മളെ ഇങ്ങനെ മോഹിപ്പിക്കാൻ കാരണമായത്. അധ്യാത്മവിത്തുകളായ വിപക്ഷിതന്മാർ പോലും ഇങ്ങനെ പറയുന്നു. ആത്മാവിനെ അനുഭവിച്ചറിഞ്ഞ് സമാധിയിൽ ഉറപ്പിച്ച് ആത്മതത്വം ശരിക്ക് കണ്ടറിയുകയാണ് വേണ്ടത്. അങ്ങനെയുള്ള വിപശ്ചിത്തുകൾ അവർക്കു പോലും ഈ മായ കൊണ്ട് ബന്ധിതരാണ്. സാധാരണക്കാർ ഈശ്വരതത്വം അറിയാത്തവരാണ്, പൊക്കോട്ടെ, കുഴപ്പമില്ല. ജനങ്ങൾ വിഷയാസക്തരാണ്, അവർക്ക് അതിൻ്റെ അപ്പുറത്തൊരു ഈശ്വരനും ഒരു ആത്മാവൊന്നും അവർക്കറിയില്ല, സമ്മതിച്ചു. പക്ഷേ അറിഞ്ഞവരോ, അവരും അങ്ങനെ തന്നെയാണ്. അതിലാണ് ആശ്ചര്യം. വിപശ്ചിത്തുക്കളായ ആൾക്കാർ വേദങ്ങൾ പഠിച്ച്, ഉപനിഷത്തുകൾ പഠിച്ച്, ദർശനങ്ങളൊക്കെ പഠിച്ച് ആത്മസ്വരൂപത്തെ നല്ല സമാധിയിൽ ഉറപ്പിച്ചു നിർത്തുന്നവരായി അതിൻ്റെ അകത്ത് ആത്മതത്വം കാണുന്നവരാണ് എങ്കിൽ പോലും അവരും വിഷയത്തിന് പുറകെ ആഗ്രഹമുള്ളവരായിട്ട് തീരുന്നുവല്ലോ. അങ്ങയുടെ മായ അവരെ പോലും മോഹിപ്പിക്കില്ലേ? മോഹിപ്പിക്കുന്നല്ലോ. ശാസ്ത്രാഭ്യാസമോ സമാധികളായ അനുഷ്ഠാനങ്ങളോ അനുഭവങ്ങളോ ഇങ്ങനെ വന്നു ചേരാൻ എന്താണ് കാരണം? മായാവിലാസം തന്നെ. അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ഒരു പഠിപ്പുമില്ലാത്തവർക്കും ഒരു സമാധി അനുഷ്ഠാനങ്ങൾ ചെയ്യാത്തവർക്കും ആണെങ്കിൽ പോലും അവർക്ക് വിഷയവിരക്തി വന്ന പരമപുരുഷാർത്ഥം നേടാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് ഭക്താനുഗ്രഹ തൽപരനാണ് അങ്ങ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങയെ നമസ്കരിക്കുന്നു. ഇവിടെയും ഞങ്ങൾ എന്ന് ബഹുവചനം തന്നെയാണ് ഉപയോഗിച്ചത്. ഞാൻ എന്ന ഏകവചനം മാത്രമല്ല. വദന്തി വിശ്വം കവയസ്മനശ്വരം പശ്യന്തി ച അധ്യാത്മവിദോ വിപശ്ചിതാം തഥാഭിമുഹ്യന്തി തവ അജമായയാ വിസ്മിതം കൃത്യമജം നദോസ്മിതം. അപ്പൊ വാസ്തവത്തിൽ മുക്തി നേടാൻ ഈ ശാസ്ത്രാഭ്യാസമോ അനുഷ്ഠാനമോ ഒന്നും ആവശ്യമില്ല. നീനദി അങ്ങയെ അറിഞ്ഞാൽ മാത്രം മതി. മായ തരണം ചെയ്ത് യഥാർത്ഥ സത്യം അറിയാൻ സാധിച്ചാൽ അജനായ അങ്ങയെക്കുറിച്ച് അറിയാം. അങ്ങനെയുള്ള അങ്ങയാണ് ഞങ്ങൾ നമസ്കരിക്കുന്നത്. സാധാരണക്കാർ പോലും ഇതറിയാതെ കണ്ട് മോഹിച്ചു പോകുന്നവരാണ്. പണ്ഡിതന്മാർക്കും ഇതന്നെ അവസ്ഥ, രണ്ടു കൂട്ടർക്കും ഇതന്നെയാണ്. ഇതാണ് അവസ്ഥയെങ്കിലും അങ്ങയെ ശരിക്കറിഞ്ഞാൽ മായ മാറിക്കിട്ടും. അങ്ങയെ അറിയുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യാത്ത ജനങ്ങളുടെ ജീവിതം കഷ്ടം, ആശ്ചര്യം തന്നെ. വദന്തി വിശ്വം കവയസ്മനശ്വരം പശ്യന്തി ചധ്യാത്മവിദോ വിപശ്ചിതാം തഥാഭിമുഹ്യന്തി തവ അജമായയാ വിസ്മിതം കൃത്യമജം നദോസ്മിതം. വിശ്വോത്ഭവസ്ഥാന നിരോധകർമ്മതേ ഹ്യകർത്തുരംഗീകൃതമപ്യപാവൃതം യുക്തം ന ചിത്രം ത്വയി കാര്യകാരണേ സർവത്തിന് വ്യതിരിക്തേ ച വസ്തുതാം. വിശ്വോദ്ഭവസ്ഥാന നിരോധകർമ്മ, വിശ്വത്തിന്റെ ഉദ്ഭവം, സ്ഥാനം, നിരോധം, സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ മൂന്ന്. ഉദ്ഭവം, സ്ഥാനം, സ്ഥിതി, നിരോധം, വിലയനം അല്ലെങ്കിൽ സംഹാരം. ഈ മൂന്ന് കർമ്മങ്ങളും തേ അങ്ങേക്ക് ഹി അകർത്തുഹു അംഗീകൃതം അപി അപാവൃതഃ. അകർത്തുഹു കർത്താവല്ലാതിരിക്കുന്നവനെ, ഞാൻ കർത്താവാണ് എന്ന് വിചാരിക്കാത്തവർക്ക് അംഗീകരിക്കപ്പെടുന്നതാണ്, സ്വീകരിക്കപ്പെടുന്നതാണ് ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ എന്ന ലീലകൾ. യുക്തം ന ചിത്രം ത്വയി കാര്യകാരണേ, കാര്യങ്ങളുടെ കാരണഭൂതനായ അങ്ങയിൽ സർവാത്മനി വ്യതിരിക്തീജ വസ്തുതഃ, പരമാർത്ഥത്തിൽ എല്ലാറ്റിൽ നിന്നും വേറിട്ടിരിക്കുന്നവനായ അങ്ങയിൽ
ഇത് ന ചിത്രം, ആശ്ചര്യമല്ല, ഉചിതം തന്നെ. എന്നാലും അങ്ങയിൽ ഇത് വിചിത്രമല്ലേ എന്ന് ചോദിക്കുകയാണ്. സാധാരണ ജനങ്ങൾക്ക് അങ്ങേ അറിയാൻ പറ്റില്ല, പണ്ഡിതന്മാർക്കും അങ്ങേ അറിയാൻ പറ്റില്ല. ഇവരൊക്കെ വിഷയമോഹത്തിൽ അകപ്പെട്ടു പോകുന്നവരാണ്. അവരെ വിഷയത്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ മായ മാറിക്കിട്ടിയാൽ മാത്രം മതി. ആ മായാസ്വരൂപത്തെ മാറ്റിയെടുക്കാൻ അങ്ങയെ ധ്യാനിച്ചാൽ, ചിന്തിച്ചാൽ മാത്രം മതി. അങ്ങയെ ആശ്രയിച്ചാൽ ഇത് മാറിക്കിട്ടും എന്നുള്ളത് കൊണ്ട് സാധാരണക്കാർക്ക് പോലും അങ്ങയുടെ സ്വരൂപത്തെ അറിഞ്ഞ് ഉപാസിക്കാൻ കഴിയും എന്നിരിക്കെ ലോകത്തിന്റെ സൃഷ്ടി സംഹാരങ്ങളൊക്കെ അങ്ങയുടെ കർമ്മമാണ്. വേദം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ പല സൂക്തങ്ങളിലും സൃഷ്ടി സൂക്തങ്ങളിലൊക്കെയും അങ്ങയിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായത്, ജന്മാദ്യഫ്യ, ഇതെല്ലാം അങ്ങയിൽ നിന്നാണ് ഉണ്ടായത് എന്ന് വിസ്തരിച്ച് പറയുന്നുണ്ട്. പക്ഷെ വേദം അങ്ങേ അകർത്താവായിട്ടാണ് പറയുന്നത്. സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഉണ്ടെങ്കിലൊന്നും കർത്താവല്ല അങ്ങ്. ഇതൊക്കെ അങ്ങയുടെ കർമ്മമാണ്, അങ്ങ് ഇതിന് കർത്താവല്ല. കർത്താവല്ലാതെ കർമ്മം ചെയ്യാൻ പറ്റുമോ എന്നാണെങ്കിൽ ഈ കർമ്മം കർത്താവില്ലാത്ത കർമ്മമാണെന്ന് വേദങ്ങൾ പറയുന്നു. കർമ്മം ചെയ്യുന്നവൻ ഞാൻ കർത്താവല്ലെന്ന് പറയുന്നത് ആശ്ചര്യമായിട്ട് തോന്നും. എങ്കിലും സർവത്തിൻ്റെയും കർത്താവ് എന്ന നിലയിൽ നിമിത്ത കാരണമാണ് സർവാത്മാവ്. ഇതിൻ്റെ ഒന്നിനു മാത്രമല്ല, എല്ലാറ്റിൻ്റെയും കർത്താവാണ് ഞാൻ എന്നുള്ളത് കൊണ്ട് എല്ലാറ്റിനും നിമിത്ത കാരണമാണ് അങ്ങ് എന്നുള്ളതുകൊണ്ട് കാര്യകാരണ ഭാവത്തെ അതിക്രമിച്ചവനാണ് അങ്ങ്. കാര്യവും കാരണവും ഒന്നും അങ്ങേ ബാധിക്കത്തില്ല. സർവേശ്വരനാണ്. അതുകൊണ്ട് അങ്ങ് ഇതൊക്കെ ചെയ്യുന്നതിൽ വലിയ ആശ്ചര്യമൊന്നുമില്ല. ഒന്നുമില്ലാതെ അങ്ങ് നിർവികാരനായി, ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാത്തവനായി ഈശ്വരനായിരിക്കുന്ന അങ്ങയിൽ ഇത് യുക്തമാണ്. യുക്തം ന ചിത്രം ത്വയി കാര്യകാരണേ. കാര്യകാരണങ്ങൾക്ക് അപ്പുറത്താണ് അങ്ങ് എന്നുള്ളത് കൊണ്ടാണ്. ന്യായമായിട്ടും ലോകത്തിൽ ഒരു കർമ്മം ചെയ്യണമെങ്കിൽ കർത്താവ് വേണം. സൃഷ്ടിസ്ഥിതികളായിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്യുന്ന കർത്താവ് അങ്ങാണ് എന്ന് ജനങ്ങൾ പറയും. പക്ഷേ അങ്ങ് കർമ്മത്തിനും കർത്താവിനും കാര്യത്തിനും അപ്പുറത്താണ്. ഇതൊന്നും അങ്ങയെ ബാധിക്കുന്നതല്ല. പക്ഷേ നമ്മൾ അങ്ങനെയല്ല. ഒരു കർമ്മം ചെയ്താൽ ഞാൻ എന്നെ കർത്താവാണെന്നുള്ളത് കൊണ്ട് ആ കർമ്മത്തിന്റെ ഫലങ്ങൾ എന്നെ തന്നെ ബാധിക്കും. അതിന് ബാധിക്കുന്നത് ഞാൻ വിചാരിക്കും. അപ്പൊ ഇതിൽ നിന്നും ഒഴിവാകണമെങ്കിൽ ഞാൻ ഇതിന്റെ കർത്താവല്ല, ഞാൻ ചെയ്ത കർമ്മവുമല്ല എന്ന് രണ്ട് നിന്നും പിൻവാങ്ങി സ്വതന്ത്രനായാൽ ഇത് രണ്ടും തന്നെ ബാധിക്കത്തില്ല. ഈശ്വരൻ അങ്ങനെയാണ് അങ്ങ്. അല്ലെ ഇതെല്ലാം അങ്ങേ ബാധിക്കത്തില്ലേ? ഈ സൃഷ്ടിയിൽ ഉണ്ടാകുന്ന എല്ലാത്തരം വൈകല്യങ്ങളും അങ്ങനെ തന്നെ ബാധിക്കും. ഇതിപ്പോ നമ്മൾ ഉണ്ടാക്കുന്ന ദോഷവശങ്ങളും ഗുണവും ഒക്കെ നമ്മെ തന്നെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയുന്നതൊക്കെ അതുകൊണ്ടാണ് അകർത്താവാണ് എന്ന് പറയാൻ കാരണം. അങ്ങനെയുള്ള അങ്ങ് വാസ്തവത്തിൽ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കും കാര്യകാരണങ്ങൾക്കും ഒക്കെ അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്നവനാണ്. വിശ്വോദ്ഭവസ്ഥാനരോധകർമ്മതേ ഹ്യകർത്തുരംഗീകൃതമപ്യപാവൃതാം യുക്തം ന ചിത്രം ത്വയി കാര്യകാരണേ സർവാത്മനി വ്യതിരിക്തേ ച വസ്തുനി. വിശ്വോദ്ഭവസ്ഥാനരോധകർമ്മതേ ഹ്യകർത്തുരംഗീകൃതമപ്യപാവൃത യുക്തം ന ചിത്രം ത്വയി കാര്യകാരണേ സർവാത്മനി വ്യതിരിക്തേ ച വസ്തുതാം. വിശ്വോദ്ഭവസ്ഥാനനിരോധകർമ്മതേ ഹ്യകർത്തുരംഗീകൃതമപ്യപാവൃതാം യുക്തം ന ചിത്രം ത്വയി കാര്യകാരണേ സർവാത്മനി വ്യതിരിക്തേ ച വസ്തുനി ച വസ്തുതഃ. സമയം ഏതാണ്ട് അതിക്രമിച്ചിരിക്കുകയാണ്. നമുക്ക് ഇന്നവിടെ ഉപസംഹരിക്കാം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഇവിടെ പൂർണ്ണമാക്കാം.
ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ സാർ.